ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ സപ്തഗണത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 16-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. കള്ളനെപ്പോലെ ഞാൻ വരുന്നു എന്ന ക്രിസ്തുവിൻ്റെ വചനം, ദൈവജനത്തോടുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനമാണ് ഇത് എന്ന് നാം ആ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. യേശുവിനോട് വിശ്വസ്തത പുലർത്താൻ, ജാഗ്രത പുലർത്താൻ ഉള്ള ആഹ്വാനമാണ് ഇവിടെ നാം കാണുക. ഇനി ഈ സമൂഹത്തെ, ഈ രാജാക്കന്മാരുടെ ആ സമൂഹത്തെ ഹാർമഗദോണിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 16-ാമത്തെ വാക്യം, ഹെബ്രായ ഭാഷയിൽ ഹാർമഗദോൺ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവ ഒന്നിച്ചുകൂട്ടി. അവസാനത്തെ യുദ്ധത്തിനുള്ള ഒരുക്കം ഇവിടെ പൂർത്തിയാകുന്നു. ഹാർമഗദോൺ എന്നുള്ള ആ പേര് ഇന്ന് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലൊക്കെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു പ്രയോഗം തന്നെയാണ്. ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ആർമഗഡോൺ. ആർമഗഡോൺ എന്ന് പറഞ്ഞാൽ ഹാർമഗിദോ എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഹാർമഗദോൺ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ഹാർമഗദോൺ, മഗിദോ യിലെ മല, ഹാർ എന്ന് വെച്ചാൽ മല എന്നാണ് ഹെബ്രായ ഭാഷയിൽ അർത്ഥം. ഹാർ മഗിദോ എന്ന് വെച്ചാൽ മെഗിദോയിലെ മല. പക്ഷേ യഥാർത്ഥത്തിൽ മെഗിദോ എന്ന് പറയുന്നത് വടക്കേ ഇസ്രായേലിലെ കാർമൽ മലകളുടെ തെക്കേ അറ്റത്ത് ഉള്ള ഒരു ജസ്രയേൽ താഴ്വരയിലാണ്. അപ്പോൾ ഇവിടെ ഇത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു മലയല്ല. മെഗിദോ എന്ന് പറയുന്നത് ഇതൊരു താഴ്വരയാണ്. ഇനി ഈ മെഗിദോ എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഉള്ള പ്രധാനപ്പെട്ട രാജവീഥികൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈജിപ്തിലേക്ക് പോകുന്ന ആ രാജവീഥി. ഇപ്പോൾ മുകളിൽ മെസപ്പൊട്ടിയ ഭാഗത്തുനിന്ന് വരുന്ന ആ പ്രധാനപ്പെട്ട രാജവീഥികളെല്ലാം ഇവിടെ സംഗമിക്കുന്നു. അപ്പോൾ മഗിദോ എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയൊരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു പ്രാധാന്യമുണ്ട്. ഇനി ഈ ഒരു പ്രാധാന്യം കാരണം ഇവിടെ പഴയ കാലങ്ങളിൽ വലിയ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈജിപ്തിനെയും സിറിയയും ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള രാജപാതകളാണ് ഇതിലൂടെ കടന്നുപോയത്. അപ്പോൾ ഇവിടെ നടന്ന പല യുദ്ധങ്ങൾ, അതിനെക്കുറിച്ചുള്ള സൂചനകൾ ന്യായാധിപൻ 5:19, 2 രാജാക്കന്മാർ 9:27 അല്ലെ 23-ാം അധ്യായം, 2 ദിനവൃത്താന്തം 35-20 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. കാരണം ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിനെ പിടിച്ചടക്കുവാനായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള പല യുദ്ധങ്ങളും നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ അന്ത്യയുദ്ധവും ഇവിടെ നടക്കും എന്നുള്ള ഒരു വിശ്വാസം ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി ഈ മഗിദോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പല യുദ്ധങ്ങളെക്കുറിച്ചും പഴയ നിയമത്തിൽ സൂചനയുണ്ട്. ഉദാഹരണത്തിന് ന്യായാധിപന്മാർ 4:15 ബാറക്കും സൈന്യവും സിസേറയെയും കാനാൻകാരെയും നേരിട്ടത് മഗിദോ ജലാശയത്തിന് അരികെയാണ്. അതുപോലെ തന്നെ ജോസിയ രാജാവ്
വിദേശ ആക്രമണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കൂട്ടാക്കാതെ ഇവിടെയുള്ള യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ വലിയ ദുഃഖത്തിന് ഇടയാക്കുകയും ചെയ്തു. അപ്പോൾ മഗീദോ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. യുദ്ധഭൂമിയായിട്ടാണ് ഇത് പലപ്പോഴും അറിയപ്പെടുക. അപ്പോൾ പുരാതന കാലങ്ങളിൽ മഗീദോ പല നിർണായക യുദ്ധങ്ങളും നടന്ന സ്ഥലമായിരുന്നതിനാൽ ഈ നഗരം തിന്മയുടെ ശക്തികളെ അവസാനത്തെ ഘോരയുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തുന്നതിൻ്റെ പ്രതീകമായിട്ട് മാറി. അതുപോലെ തന്നെ ഇവിടെ ഈ അവസാന യുദ്ധത്തിൽ ഇവിടെ ഈ മലകളിൽ ജനം മരിച്ചു വീഴും എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഇപ്പോൾ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എസെക്കിയേൽ 38:8 39:4 ഞാൻ വായിക്കാം. നീയും നിൻ്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്ര പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ മലകളിൽ മരിച്ചു വീഴുന്ന ആ ഒരു പ്രതീകം എടുത്തുകൊണ്ടായിരിക്കാം ഈ മെഗിദോ ഇവിടെ മലയായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ മെഗിദോ പഴയ നിയമത്തിൽ പല നിർണായക യുദ്ധങ്ങളും നടന്ന സ്ഥലമാണ്. അതൊരു താഴ്വരയാണെങ്കിലും പിന്നീട് മലകളിൽ നടക്കുന്ന യുദ്ധവും മലകളിൽ അവസാന യുദ്ധത്തിൽ അനേകർ മരിച്ചു വീഴുമെന്നുള്ള ആ പ്രയോഗവുമൊക്കെ കൂട്ടിക്കലർത്തിയാണ് മെഗിദോ മല എന്നുള്ള പ്രയോഗം പിന്നീട് വരുന്നത്. ഇനി ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിൽ ഹാർമഗദോണിൽ ഈ തിന്മയുടെ ശക്തികളെല്ലാം ഒരുമിച്ച് കൂടുന്നത് കാണുന്നു. അപ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളും ഇവിടെ ഒരുമിച്ച് കൂടുകയും ദൈവം അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാണുക. ഇനി മെഗിദോ മല എന്ന ആ സൂചനയ്ക്ക് ചിലപ്പോൾ വേറെ ഒരു കാരണം കൂടി കാണാം. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞാടിനെ അനുഗമിക്കുന്ന 144,000 പേര് സിയോൺ മലമേൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിരുദ്ധ രൂപം ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അപ്പോൾ സിയോൻ മല ദൈവജനം രക്ഷ നേടുന്ന സ്ഥലം, ഇനി മെഗിദോ മല തിന്മയുടെ ശക്തികൾ മരിച്ചു വീഴുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അങ്ങനെയായിരിക്കാം മിക്കവാറും ഈ മെഗിദോ മല എന്നുള്ള ആ ഒരു ചിത്രം ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മെഗിദോ മലയിൽ നടക്കുന്ന ഈ അവസാന യുദ്ധത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ താളഭംഗങ്ങളും ഒക്കെ പരിഹരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സൃഷ്ടി പുനഃസൃഷ്ടിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള വിവരണമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഹാർമഗദോണിൽ എല്ലാ തിന്മയുടെ ശക്തികളും ഒരുമിച്ച് കൂടും, അവയെല്ലാം നശിപ്പിക്കപ്പെടും എന്ന് പറയുമ്പോൾ ദൈവം ചരിത്രത്തിൽ തീർച്ചയായിട്ടും നിശ്ചയമായും ഇടപെടും, തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യും എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആരാധന സമൂഹത്തിനുള്ള ഒരു സന്ദേശം കൂടിയാണ്. എന്താണ്? ഈ ചരിത്ര നവീകരണത്തിൽ പങ്കുചേരുക അവരുടെയും ദൗത്യമാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികളുടെ കൂടെ നിൽക്കുകയല്ല, തകർന്ന് വീഴുന്ന നശിക്കുവാൻ പോകുന്ന ഈ വ്യവസ്ഥകളുടെ കൂടെ നിൽക്കുകയല്ല, അതിനെയൊക്കെ നവീകരിച്ച് പുനരുദ്ധരിച്ച് പുതിയ ജെറുസലം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആരാധന സമൂഹത്തിൻ്റെ ദൗത്യം. അപ്പോൾ ആരാധന സമൂഹത്തിന് ഇവിടെ ഒരു പുതിയൊരു ഉൾക്കാഴ്ച നൽകുവാനായിട്ട് വെളിപാട് ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നു. തിന്മയുടെ അടിത്തറയിൽ എല്ലാം പടുത്തുയർത്തി ദൈവവും മനുഷ്യ സമൂഹവും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തുന്നവർക്ക് എതിരെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. അപ്പോൾ ദൈവത്തിൻ്റെ അവസാനത്തെ ഇടപെടൽ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് എതിരെയാണ്. ഈ തകർന്ന ഈ ബന്ധങ്ങളെല്ലാം അത് പുനഃസ്ഥാപിച്ച് സൃഷ്ടിയിലുള്ള ആ താളലയങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ ആ പുതിയ സൃഷ്ടി അത് യാഥാർത്ഥ്യമാക്കുക ആണ് ഇവിടെ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയാം, ഇത് ദൈവം തിന്മയ്ക്കെതിരെ ചരിത്രത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു വിവരണമാണ്. ഇത്
യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു യുദ്ധമൊന്നുമല്ല. പലപ്പോഴും പലരും ചരിത്രത്തിൽ പല യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് വെളിപാടിൽ പറയുന്ന ഹാർമഗദോണിൽ നടക്കുമെന്ന് പറഞ്ഞ ആ യുദ്ധമാണ് നടക്കുന്നത് എന്ന് പലരുമൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള വിവരണമാണ്. ആരാധന സമൂഹത്തിന് വിശ്വസ്ത പുലർത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ് എന്ന് നാം തിരിച്ചറിയുക. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് 16-ാം അധ്യായത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. 17 മുതലുള്ള ആ ഭാഗം. ഇപ്പോൾ 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് 7-ാമത്തെ ആ മഹാമാരി, ആ ക്രോധത്തിൻ്റെ പാത്രം അത് ഒഴിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവിടെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: 7-ാമൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിച്ചു. അപ്പോൾ ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് ഇപ്രകാരം പറയുന്ന വലിയ ഒരു സ്വരം പുറപ്പെട്ടു: അത് സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, 3-ാമത്തെ സപ്തഗണത്തിൻ്റെ അവസാന ഭാഗം. അപ്പോൾ ഇത് തിന്മയുടെ ശക്തികളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിൻ്റെ വിവരണമാണ്. ഇന്നിവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ ഹാർമഗദോൺ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ 16-ാം അധ്യായത്തിൽ ലോകത്തെമ്പാടുമുള്ള ആ രാജാക്കന്മാർ ഇവിടെ യുദ്ധത്തിനായിട്ട് ഒരുമിച്ച് കൂടുന്നതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇനി ഇതാ ഒരു വലിയൊരു യുദ്ധം നടക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ആ യുദ്ധത്തിൻ്റെ വിവരണങ്ങൾ കേൾക്കാനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുക. പക്ഷേ ഈ വാക്യം മുതൽ 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ വേറൊരു ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ യുദ്ധമല്ല നമ്മൾ കാണുക, ദൈവത്തിൻ്റെ പ്രത്യക്ഷമാണ്. തെയോഫനി, ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ആ ഒരു പ്രത്യക്ഷമാണ് ഇവിടെ കാണുക. അപ്പോൾ ആ മഹത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യക്ഷത്തിൽ തിന്മയുടെ ശക്തികളെല്ലാം അത് നാശമടയുന്നു. ഇനി ഈ ശക്തികളെല്ലാം നശിപ്പിക്കപ്പെടുന്നതിൻ്റെ വിവരണങ്ങൾ പിന്നീട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിശദീകരണമായിട്ടാണ് പിന്നീട് 17 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ആ ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരം, ആ മഹാവേശ്യ, അത് നശിപ്പിക്കപ്പെടുന്നതും പിന്നെ അവളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ വിലപിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവരൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട്. പിന്നീട് മൃഗവും സാത്താനുമൊക്കെ അത് അഗ്നിത്തടാകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ആമുഖമായിട്ട് ഉള്ളത് ദൈവത്തിൻ്റെ പ്രത്യക്ഷമാണ് എന്നറിയുക. അപ്പോൾ ലോകാവസാനം എന്ന് പറയുന്ന ആ ഒരു വേളയിൽ നാം പ്രതീക്ഷിക്കുന്നത് ഈ മഹാമാരികൾ അല്ലെങ്കിൽ ആ വലിയ സ്ഫോടനങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ പ്രത്യക്ഷം തന്നെയാണ്. ഇനി നമ്മൾ ഈ പറയുന്ന വാക്യത്തിൻ്റെ ആശയങ്ങൾ, അർത്ഥതലങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ 7-ാമത്തെ ആ ദൂതൻ തൻ്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിക്കുമ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? അത് സംഭവിച്ചു കഴിഞ്ഞു. വളരെ ചെറിയ ഒരു വാക്യം, അത് സംഭവിച്ചു കഴിഞ്ഞു. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ഗഗോനൻ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാരൂപം. അപ്പോൾ ആ ഒരു ക്രിയാരൂപത്തിലൂടെ ഗ്രന്ഥകാരൻ പകർന്നു തരുന്ന ആശയം ഇതാണ്: അത് നിർണായകമായിട്ട് സംഭവിച്ചു കഴിഞ്ഞു, അതിൻ്റെ ഫലങ്ങൾ എന്നും നിലനിൽക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രയോഗം വഴിയായിട്ട് ഇതാ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതി ഇവിടെ നടപ്പിലായി യാഥാർത്ഥ്യമായി എന്ന് ഗ്രന്ഥകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇനി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ ആ കുരിശുമരണവുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. യേശു കുരിശിൽ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതിനോട് സമാനമാണ് എല്ലാം സംഭവിച്ചു കഴിയുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്യം. അപ്പോൾ യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി പൂർത്തിയായി
തിന്മയുടെ മേലുള്ള വിധി നടപ്പായി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ യേശു ആ കുരിശിലൂടെ നേടുത്തുന്ന ആ രക്ഷ അത് പൂർണ്ണമായിട്ടും സമാഗതമായിരിക്കുന്നു എന്നുള്ള ഒരാശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി ഈ മഹാബാബിലോണിൻ്റെ മേലുള്ള ആ ദൈവത്തിൻ്റെ ആ ശിക്ഷ, ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന ശിക്ഷ, അത് നമ്മൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ കാണും. അപ്പോൾ ഈ 7ാമത്തെ ക്രോധത്തിൻ്റെ പാത്രം ഒഴിക്കപ്പെടുമ്പോൾ ഇവിടെ കാണുന്ന ദൈവപ്രത്യക്ഷമാണ്. നമ്മൾ ഇത് സമാനമായിട്ട് 1ാമത്തെ സപ്തഗണത്തിൻ്റെ അവസാനം നമ്മൾ കണ്ടു. 7ാമത്തെ ആ മുദ്ര തുറക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു സ്വർഗീയ ദൃശ്യമാണ്. സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദതയുണ്ടായി. അല്ലെങ്കിൽ 7ാമത്തെ കാഹളം മുഴക്കുമ്പോഴും അവിടെ സർവനാശമൊന്നുമല്ല കാണുക, അവിടെയും ഒരു സ്വർഗീയ ദൃശ്യം തന്നെയാണ് കാണുക. അപ്പോൾ ആ പൂർണ്ണത, 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 അത് പൂർണ്ണതയിലേക്ക്, പൂർണ്ണത എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. അപ്പോൾ ഗ്രന്ഥകർത്താവ് ദൈവത്തിലുള്ള ആ പൂർണ്ണ വിശ്വാസം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതുവഴിയായിട്ട് ആരാധന സമൂഹത്തിന് ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവും ഗ്രന്ഥകാരൻ പകർന്നു നൽകുന്നു. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാതായി ഐശ്വര്യത്തിൻ്റെ കാലം വന്നെത്തിക്കഴിഞ്ഞു. തിന്മയുടെ ശക്തികളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായി മാറുന്നു. യേശു പ്രഘോഷിച്ച ആ ദൈവരാജ്യം യാഥാർത്ഥ്യമായി എന്ന് ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന അധ്യായങ്ങളിൽ ഈ തിന്മ പടിപടിയായിട്ട് ഉന്മൂലനം ചെയ്യപ്പെടുന്നതും പിന്നെ അതേ തുടർന്ന് പുതിയ ജെറുസലം ആഗതമാകുന്നതും കാണും. അപ്പോൾ വെളിപാടിൽ നമ്മൾ തുടക്കം മുതൽ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി നമുക്ക് 18ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും വലിയ ഭൂകമ്പവുമുണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പം. ഇവിടെ പറയുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, മിന്നൽ പിണരുകൾ അത് പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അടയാളമാണ്. അപ്പോൾ ദൈവപ്രത്യക്ഷമാണ് അവസാനം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ മിന്നൽ പിണരുകൾ വരുന്നത് ദൈവപ്രത്യക്ഷത്തിൻ്റെ അടയാളം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വലിയ ഭൂകമ്പം. ആ ഭൂകമ്പവും ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ, ദൈവം ചരിത്രത്തിൽ ഇടപെടുമ്പോൾ ആണ് വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത്. എസെക്കിയേൽ 38:20 ദൈവം ആത്യന്തികമായിട്ട് തിന്മയ്ക്കെതിരെ ഇടപെടുമ്പോൾ ഈ ഭൂകമ്പം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വലിയ ഭൂകമ്പം നമ്മൾ ഇതിനു മുമ്പും വെളിപാടിൽ ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ വലിയ ഭൂകമ്പം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പരിസമാപ്തിയുടെ രംഗമാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത ഈ രംഗത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ദൈവം ആത്യന്തികമായിട്ട് തിന്മയുടെ ശക്തികൾക്കെതിരെ ഇടപെടുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വാക്യം 19ാമത്തെ വാക്യം. മഹാനഗരം 3 ഭാഗങ്ങളായി ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞുപാത്രം അവൾക്ക് നൽകാൻ മഹാബാബിലോണിനെ ദൈവം ഓർത്തു. അപ്പോൾ മഹാബാബിലോണിൻ്റെ മേലുള്ള ആ ശിക്ഷാവിധി ആണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ നഗരം 3ആയിട്ട് വിഭജിക്കപ്പെടുന്നു. അപ്പോൾ മഹാനഗരം എന്ന് പറയുന്നത് അന്നത്തെ ആ സമൂഹത്തിന് അത് റോമ സാമ്രാജ്യമായിരിക്കാം. പക്ഷേ എന്നാൽ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സംവിധാനങ്ങളെയും ഇത് ഉൾക്കൊള്ളുന്നു എന്ന് അറിയുക. അപ്പോൾ അതിന് പല പേരുകളുണ്ട് പഴയ നിയമത്തിൽ. ബാബിലോൺ എന്ന് പറയുന്ന പേര്, അല്ലെ ദമാസ്കസ് എന്ന് പറയുന്നു, ചിലപ്പോൾ ടൈർ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാമ്രാജ്യങ്ങളൊക്കെ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പല വിവരണങ്ങളുണ്ട്. ഏശയ്യ 13 മുതൽ 23 വരെയുള്ള വിവരണം അതാണ്. അല്ലെങ്കിൽ ജെറമിയ 46 മുതൽ 51 വരെയുള്ള വിവരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ
ദൈവനിഷേധത്തിൻ്റെ നഗരങ്ങൾ, ദൈവത്തിനെതിരെ നിൽക്കുന്ന ആ വ്യവസ്ഥിതികൾ, അതൊക്കെ ആത്യന്തികമായിട്ട് തകർക്കപ്പെടുന്നതിൻ്റെ വിവരണങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ മഹാനഗരം ബാബിലോൺ എന്നിവിടെ അവതരിപ്പിക്കുന്നു. പക്ഷേ അത് പ്രതീകാത്മകമായിട്ട് അർത്ഥമാക്കുന്ന എല്ലാ തിന്മയുടെ സംവിധാനങ്ങളും മൂന്നായിട്ട് വിഭജിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ അത് സമൂലം നശിപ്പിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവനിഷേധത്തിൻ്റെ വേദികളെല്ലാം, വ്യവസ്ഥകളെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ബാബിലോൺ അത് ഒരിക്കലും ആത്യന്തികമായി നിലനിൽക്കുകയില്ല. നിലനിൽക്കുന്ന ഏതാണ്? പുതിയ ജെറുസലേമാണ്. അപ്പോൾ അതുകൊണ്ട് ബാബിലോണിനെ ആശ്രയിക്കരുത്, ബാബിലോണിലെ വ്യവസ്ഥിതികളുടെ പിന്നാലെ പോകരുത് എന്നാണ് ദൈവജനത്തോട് ഇവിടെ ഗ്രന്ഥകാരൻ ഉപദേശിക്കുന്നത്. ഇനി ദൈവം ഈ നഗരത്തിനെതിരെ, മഹാനഗരത്തിനെതിരെ ഇടപെടുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: തൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞുപാത്രം അവൾക്ക് നൽകാൻ മഹാബാബിലോണിനെ ദൈവം ഓർത്തു. അവിടുത്തെ ഉഗ്രക്രോധത്തിൻ്റെ വീഞ്ഞുപാത്രം, ഉഗ്രക്രോധം, ദൈവത്തിൻ്റെ ക്രോധം. നമ്മളിതിനെക്കുറിച്ച് 6-ാമത്തെ അധ്യായം നമ്മൾ വിചിന്തനം നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. എങ്കിലും അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ദൈവത്തിൻ്റെ ക്രോധം, അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ക്രോധം വരുന്നത്? ദൈവം കരുണാമയനല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഉഗ്രക്രോധം എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രപരമായിട്ട് എങ്ങനെയാണ് നാം അത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം അത് ബൈബിളിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രമേയം തന്നെയാണ്. യേശയ്യ 5:25, അതുമല്ലെങ്കിൽ മത്തായി 3:7 എന്നൊക്കെ, മത്തായി 3:7 നമുക്കൊന്നെടുക്കാം. അനേകം ഫരിസേയരും സദ്ദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നതുകൊണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? ഇപ്പോൾ അവിടെ ആ ക്രോധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1:18. അപ്പോൾ ക്രോധം എന്ന് പറയുമ്പോൾ ഥുമോസ് എന്നാണ് അതിന് ഹീബ്രു ഭാഷയിലുള്ള വാക്ക്. ഈ ക്രോധം എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? അത് ആത്യന്തികമായിട്ട് എല്ലാവിധ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അല്ലാതെ ജനത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആ ഒരു മനോഭാവമല്ല അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒത്തിരി സൂചനകൾ ബൈബിളിലുണ്ട്. സങ്കീർത്തനം 38:1, യേശയ്യ 5:25, ജെറമ്യ 4:26, അല്ലെങ്കിൽ മത്തായി 3:7 നമ്മൾ കണ്ടു. പിന്നെ റോമ 1:18. നമുക്ക് സങ്കീർത്തനം 38:1 നമുക്കൊന്നെടുക്കാം. സങ്കീർത്തനം 38:1. കർത്താവേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശാസിക്കരുത്, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത്. അപ്പോൾ അവിടെ ആ സങ്കീർത്തൻ അങ്ങയുടെ ക്രോധത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിന് ദൈവത്തിൻ്റെ തിന്മയ്ക്കെതിരെയുള്ള ആ ഒരു മനോഭാവമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ക്രോധം, തിന്മയ്ക്കെതിരെയുള്ള ആ ക്രോധം ആണ് ഇവിടെ അർത്ഥമാക്കുക. ഇനി ക്രോധത്തിൻ്റെ ആ മഹാദിനം. അപ്പോൾ ക്രോധത്തിൻ്റെ മഹാദിനം എന്ന് പറയുമ്പോൾ ഈ പാപികളെയും പാപഭംഗിരമായ ലോകവുമൊക്കെ നശിപ്പിക്കുന്ന ദിനമായിട്ട് പ്രവാചകർ അതിനെ കണ്ടിരുന്നു. പഴയ നിയമത്തിലെ യേശയ്യ 13:9, സെഫാനിയ 1:14-15, എസെക്കിയേൽ 7:19. അപ്പോൾ ഈ ക്രോധത്തിൻ്റെ മഹാദിനം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ അത് എപ്പോഴും ആ തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മറുവശം കൂടിയാണ്. തൻ്റെ ജനത്തോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെ ആ ഒരു മറുവശം. എന്താണത് അർത്ഥമാക്കുന്നത്? നിഷേധിക്കപ്പെട്ട നീതി നടപ്പാക്കുമ്പോഴാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ദൈവജനത്തിന് നിഷേധിക്കപ്പെട്ട നീതി ഇവിടെ നടപ്പാക്കുന്നു. 6-ാം അധ്യായത്തിൽ ആ ദൈവജനം ബലിപീഠത്തിന് കീഴേ നിന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ, ദൈവമേ, എപ്പോഴാണ് അങ്ങ് ഇവർക്കെതിരെ പ്രതികാരം ചെയ്യുന്നത്? അപ്പോൾ ആ തിന്മയുടെ ശക്തിക്കെതിരെ ദൈവം ഇടപെടുന്നത് അത് ദൈവജനത്തോടുള്ള കരുണ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ക്രോധം എന്ന് പറയുന്നത് എന്താണ്? മുറിവേറ്റ ദൈവസ്നേഹം
മനുഷ്യൻ്റെ അവിശ്വസ്തതയ്ക്കെതിരെ തിരിയുന്നതായിട്ട് ഇതിനെ കാണാം. അതായത് അധർമ്മികൾക്ക്, അധർമ്മത്തിന് പ്രപഞ്ചത്തിൽ ഒരു ഇടവും ഒളിക്കാനായിട്ടില്ല. അപ്പോൾ ഇവിടെ ദൈവം ഇല്ലാതാക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ ക്രോധം തിരിയുന്ന എന്തിനെതിരെയാണ്? അത് തിന്മയ്ക്കെതിരെയാണ്, മനുഷ്യനെതിരെയല്ല. അപ്പോൾ തിന്മ ഇല്ലാതാക്കിയാണ് ഈ ക്രോധത്തിൻ്റെ ലക്ഷ്യം. അതായത് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായുള്ള ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ പ്രകടനമാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന പലപ്പോഴും നമുക്കുള്ളൊരു അസ്വസ്ഥത, ദൈവത്തിൻ്റെ ക്രോധം, ഇത്ര ക്രൂരനായിട്ടുള്ള ഒരാണോ ദൈവം എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചു പോകും. പക്ഷേ അത് ജനത്തിന് നേരെയുള്ള ദൈവത്തിൻ്റെ മനോഭാവമല്ല, തിന്മയുടെ നേരെയുള്ള ദൈവത്തിൻ്റെ മനോഭാവമാണ്. കാരണം ഈ തിന്മയെ ഇല്ലാതാക്കുമ്പോഴാണ് ആ ദൈവജനത്തിന് നീതി ലഭിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം, ഈ തിന്മകളെല്ലാം ഇല്ലാതാക്കുമ്പോൾ ദൈവം തൻ്റെ ക്രോധം, തിന്മയ്ക്കെതിരെ ക്രോധം പ്രകടിപ്പിക്കുന്നു. അതായത് തൻ്റെ ജനത്തിന് അവിടുന്ന് നീതി നടപ്പിലാക്കി കൊടുക്കുന്നു. തൻ്റെ ജനത്തോട് അവിടുന്ന് കാണിക്കുന്ന കരുണ തന്നെയാണ് ഇത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.